എല്ലാ മതവിശ്വാസങ്ങൾക്കും ലോകവീക്ഷണങ്ങൾ ക്രിസ്തുവിനെ വേണം. അതുകൊണ്ട് യഹൂദന്മാരോട് ചോദിച്ചാൽ അവർ പറയും അവൻ ഒരു നല്ല ഗുരുവാണ്. ഇസ്ലാം വിശ്വാസം ചോദിച്ചാൽ അവർ പറയും അവന്റെ നല്ല പ്രവാചകനാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റോട് ചോദിച്ചാൽ അവർ പറയും അവൻ നല്ലൊരു വിപ്ലവകാരിയാണ്. ന്യൂ ഏജ് ബിലീഫിനോട് ചോദിച്ചാൽ അവർ പറയും അവൻ നല്ലൊരു വ്യക്തിയാണ് എന്ന് എല്ലാവരും പറയും. പക്ഷെ ഇതിലെല്ലാം അപ്പുറമായിട്ടാണ് നിൽക്കുന്നത് ക്രിസ്തു. കാരണം എന്താണ്? ഈ ലോകവീക്ഷണങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തുവിന് വേണം. എല്ലാവർക്കും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എത്രയോ മഹോന്നതമായ മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ക്രിസ്തു. ദാറ്റ്സ് വൈ ഹി ഈസ് സോ മെസ്മറൈസിംഗ്, സോ ബ്യൂട്ടിഫുൾ, സോ മജസ്റ്റിക്, സോ എലഗന്റ്. എല്ലാ മതവിശ്വാസങ്ങൾക്കും കൈകടത്തി അവന്റെ ഒരു അംശം ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുന്ന ലോകത്തിലെ ഏക വ്യക്തിത്വം ക്രിസ്തു മാത്രമാണ്. കാരണം അവൻ വെറും ഒരു ഗുരു മാത്രമല്ല, അവൻ ന്യായപ്രമാണത്തിന് കർത്താവാണ്. അവൻ വെറും ഒരു പ്രവാചകനല്ല. പ്രവാചകന്മാർ പ്രവചിച്ച ആ മഹത് വ്യക്തിത്വം ആരാണെന്ന് ആരാഞ്ഞു നോക്കി നിന്ന ദൈവത്തിന്റെ വെളിപ്പാടിന്റെ സാക്ഷാൽ മർമ്മം വെളിപ്പെട്ട വ്യക്തിയാണ് ക്രിസ്തു. അവൻ വെറും ഒരു വിപ്ലവകാരിയല്ല. ലോകം കണ്ട പല വിപ്ലവങ്ങൾ, സയന്റിഫിക് റവല്യൂഷൻ ഉൾപ്പെടെയുള്ള വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ക്രൈസ്തവ സഭയുടെ മൂലക്കല്ലാണ് ക്രിസ്തു. അവൻ വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, പിതാവിന്റെ ഭാഗത്തിരിക്കുന്ന വലത്ത് ഭാഗത്തിരിക്കുന്ന തത്വത്തിന്റെ മുദ്രയായ